ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തൃശ്ശൂർക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള വിഷുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഉണക്കല്ലരിയാണ് എടുത്തിരിക്കുന്നത്. കടകളിൽ നിന്നൊക്കെ പായസം റൈസ് എന്നുണ്ട് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ പച്ചരി ആയാലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് 250 ml കപ്പിൽ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിപ്പോൾ ടിൻ തേങ്ങാപ്പാലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. എനിക്ക് ഇതേപോലത്തെ 1.5 ടിൻ തേങ്ങാപ്പാലാണ് കേട്ടോ വേണ്ടി വന്നത്. ഈ ടിന്നിൽ വരുന്ന തേങ്ങാപ്പാൽ അത്യാവശ്യം നല്ല കട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാം പാലാക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം നമുക്ക് രണ്ടാം പാൽ ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആദ്യം ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വീണ്ടും ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്, അതായത് 1-ാം പാല്. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം കൈകൊണ്ട് നന്നായിട്ട് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ 1-ാം പാല് 1 കപ്പും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങാനും കുറച്ച് കുറവ് തോന്നുകയാണെങ്കിൽ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അരിയൊക്കെ 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് കോക്കനട്ട് മിൽക്ക് വെച്ച് ഉണ്ടാക്കുമ്പോഴത്തെ ടേസ്റ്റ് കിട്ടുമെന്നുള്ള സംശയമൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഉണ്ടാക്കാറുള്ളതാണ്. അതേ ടേസ്റ്റ് തന്നെ കിട്ടും, ഒട്ടും തന്നെ മനസ്സിലാവില്ല. പിന്നെ നമുക്കൊരു കുക്കർ അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന അരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വിഷുക്കട്ടയുടെ പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് മാങ്ങാക്കറി അല്ലെങ്കിൽ പിന്നെ ശർക്കരപ്പാനിയാണ് കേട്ടോ. അപ്പോൾ വിഷു അല്ലാത്ത ദിവസങ്ങളിൽ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ കറി, മട്ടൻ കറിയൊക്കെ കൂട്ടി കഴിക്കാം. അതും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ കുറേ ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 2 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട് കേട്ടോ. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അരി ഒരു 1/4 ഭാഗം വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കട്ടിയുള്ള തേങ്ങാപ്പാൽ, അതായത് 1-ാം പാൽ 1 കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം നമുക്ക്. എനിക്ക് നോക്കിയപ്പോൾ കുറച്ച് കുറവായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാൻ വീണ്ടും 1 കപ്പ് 1-ാം പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 2 കപ്പ് 1-ാം പാലാണ് ചേർത്തിരിക്കുന്നത്. ഈ തേങ്ങാപ്പാലിൻ്റെ എമൗണ്ടൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് വിഷുക്കട്ട നല്ല ക്രീമി ആയിട്ട് കിട്ടുള്ളൂ. കുറയും തോറും അതിൻ്റെ ടേസ്റ്റും കുറയും. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് കട്ടിയായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നു, കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അത് വീണ്ടും ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. ഇത് നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ കുറച്ചും കൂടി ഒന്ന് കൂട്ടാനായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ കിട്ടും വിഷുക്കട്ടയ്ക്ക്. 1-2 മിനിറ്റ് മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ വിഷുക്കട്ട പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാവും. അത്യാവശ്യം എണ്ണയൊക്കെ അടിയിൽ ഇങ്ങനെ തെളിഞ്ഞ് വരാനൊക്കെ തുടങ്ങും. അപ്പോൾ നമ്മുടെ വിഷുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പാത്രത്തിൻ്റെ അടിയിൽ നിന്ന് കുറേശ്ശെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം അത്. പിന്നെ നമുക്കിതൊരു ഇലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇല കയ്യിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കിണ്ണായാലും മതി കേട്ടോ. എന്നിട്ട് വേറൊരു ഇല കഷ്ണം വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് പരത്തിയെടുക്കാം നമുക്ക്. അതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് നല്ല ഭംഗിയാക്കി കൊടുക്കുക. നമ്മുടെ വിഷുക്കട്ട നല്ല കറക്റ്റ് പരിവായതുകൊണ്ടാണ് കേട്ടോ ഇതേപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റുന്നത്. ഇതിനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മുറിക്കാം. നല്ല സോഫ്റ്റാണ്, വയലിട്ട് ശരിക്കും അലിഞ്ഞു പോകുന്ന വിഷുക്കട്ടയാണ്. എനിക്ക് കൊതി സഹിക്കാൻ പറ്റില്ല. ഇത് വെയിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും എനിക്കില്ല. ഞാൻ വേഗം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളത് ഇതേപോലെ ഒരു കിണ്ണത്തിലേക്ക് മാറ്റിയിട്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇല കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക വിഷുക്കട്ടയ്ക്ക്.
അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ, എത്ര പെട്ടെന്ന് നമ്മൾ വിഷുക്കട്ട ഉണ്ടാക്കിയത്. അപ്പോൾ ഈ വിഷുവിന് ഈ രീതിയിൽ നിങ്ങളൊന്ന് വിഷുക്കട്ട ഉണ്ടാക്കി നോക്കണം കേട്ടോ. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.